നമസ്കാരം. അസ്ട്രോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അടുത്തത് മൂൺ ഇൻ അസ്ട്രോളജി, ചന്ദ്രൻ. ചന്ദ്രനെ കുറിച്ച് പറയുന്നത് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഹർഷാസർല എന്ന വിപരീത രാജയോഗത്തെ കുറിച്ച് നമുക്ക് ചിലർക്ക് സംശയം ഉണ്ടായി. വിമലായോഗമാണോ അതോ അമലായോഗമാണോ? 100% അത് വിമലായോഗമാണ്. ഹർഷാസർല എന്ന ഒരു സെറ്റ് വിപരീത രാജയോഗമാണ്. അമലായോഗം എന്ന് പറയുന്നത് വേറെയാണ്. ഹർഷാസർല 6ാം ഭാവം, 8ാം ഭാവം, 11ാം ഭാവം എന്നിവയുടെ കോമ്പിനേഷൻ കൊണ്ട കാര്യമാണ്. എന്നാൽ അമലായോഗം എന്ന് പറയുന്നത് ചന്ദ്രനെ കൊണ്ടും ലഗ്നത്തെ കൊണ്ടും നോക്കുന്ന യോഗമാണ് അമലായോഗം. അമലായോഗം എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് ലഗ്നമെങ്കിൽ ഇതാണ് ലഗ്നം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഈ ലഗ്നത്തിൽ നിന്ന് 10ാം ഭാവത്തിലോ ഇത് ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ ചന്ദ്രനിൽ നിന്ന് 10ാം ഭാവത്തിലോ ലഗ്നത്തിന്റെ 10ാം ഭാവത്തിലോ ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ ചന്ദ്രനിൽ നിന്ന് 10ാം ഭാവത്തിലോ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതിനാണ് അമലായോഗം എന്ന് പറയുന്നത്. അതായത് ലഗ്നത്തിൽ നിന്ന് 10ാം ഭാവത്തിലോ ചന്ദ്രനിൽ നിന്ന് 10ാം ഭാവത്തിലോ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നതിനെ അമലായോഗം എന്ന് പറയുന്നു. അമലായോഗം നല്ല റെപ്യൂട്ടേഷൻ ഈ യോഗം അവർക്ക് നല്ല റെപ്യൂട്ടേഷൻ, സമൂഹത്തിൽ അവർക്ക് നല്ല വില കാണാമെന്നൊക്കെ പറയുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10ാം ഭാവം എന്ന് പറയുന്നതിന് സോഷ്യൽ സ്റ്റേറ്റസിൻ്റെതാണ്. നമ്മളെ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്ന ഫാക്ടിൻ്റെതാണ് 10ാം ഭാവം. അപ്പോൾ 10ാം ഭാവത്തിന് നല്ലൊരു ഗ്രഹം വരികയാണെങ്കിൽ അതിന് അമലായോഗം എന്ന് പറയും. പക്ഷേ എല്ലാ യോഗങ്ങൾക്കും എന്താ പറയുന്നത് എക്സെപ്ഷൻസ് ഉണ്ട്. ചില അവസ്ഥയിലെ യോഗങ്ങൾ വർക്ക് ചെയ്യുന്നില്ല. അതെന്താണെന്ന് പറയാം. ആദ്യം മൂണിൻ അസ്ട്രോളജി. അപ്പൊ ഈ ചന്ദ്രനാണ് ഇന്ത്യൻ അസ്ട്രോളജി, വേദിക് അസ്ട്രോളജി പ്രൈമറി പ്ലാനറ്റ്. സൂര്യൻ, ചന്ദ്രൻ, ലഗ്നം എന്നിവയാണ് നമ്മൾ സാധാരണ നോക്കുന്ന രാത്രി. സൂര്യനകത്ത്, ചന്ദ്രനകത്ത്, ലഗ്നത്തിൽ. അപ്പൊ നമ്മൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയാണ് നമ്മുടെ ചന്ദ്രരാശി. നാം ജനിക്കുന്ന സമയത്ത് സൂര്യൻ എവിടെ നിൽക്കുന്നോ ആ രാശിയാണ് സൂര്യരാശി. നാം ജനിക്കുന്ന സമയത്ത് ലഗ്നം ഏത് രാശിയിൽ നിൽക്കുന്നോ ആ രാശിയാണ് ലഗ്നരാശി. ഈ ചന്ദ്രൻ 2.5 തൊട്ട് 2 ദിവസമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ചില ദിവസങ്ങളിൽ ചന്ദ്രൻ 2 നക്ഷത്രങ്ങൾ നിൽക്കുന്നു, ചില ദിവസങ്ങളിൽ 2 നക്ഷത്രം മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു രാശിയിൽ തന്നെ 2 നക്ഷത്രങ്ങൾ നിൽക്കും. ഓക്കെ, ഉദാഹരണത്തിന് മേടം രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക. കാർത്തികയുടെ പകുതി ഗ്രഹത്തിനും തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാശി നേരെ വന്ന് പറയുമ്പോൾ നമ്മുടെ നക്ഷത്രം ഏതാണെന്നും ആ നക്ഷത്രം മറ്റേതെങ്കിലുമായി രാശി ചേഞ്ച് ചെയ്യുന്ന നക്ഷത്രമാണെന്ന് നോക്കണം. അങ്ങനെ രാശി ചേഞ്ച് ചെയ്യുന്ന നക്ഷത്രമാണെങ്കിൽ ഏത് രാശിയാണ് നമ്മുടെ നക്ഷത്രം ഉൾപ്പെടുന്നത് എന്ന് നോക്കണം. പിന്നെ ഓരോ നക്ഷത്രത്തിനും 4 പേരുണ്ട്, 4 പക്കം എന്നാണ് പറയാം. 1, 2, 3, 4. ഈ 4 പക്കത്തിന്റെ ഏത് ഫസ്റ്റ് പക്കാണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ എന്നും നമ്മൾ നോക്കുന്നുണ്ട്. ചന്ദ്രൻ ആണ് ഇന്ത്യൻ അസ്ട്രോളജിയുടെ നേരത്തെ പറഞ്ഞപോലെ അസ്ട്രോളജിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രധാന ഗ്രഹം. ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അത് ഒത്തിരി കാര്യങ്ങൾ സൂചിപ്പിക്കും. ജനറൽ അസ്ട്രോളജിയുടെ മനസ്സ്, നമ്മുടെ മനസ്സ് ചിത്ത, മനസ്സ് ചന്ദ്രനെ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ വൈകാരിക പിന്നെ കടൽ,
അസ്ട്രോളജി ആണെങ്കിൽ ചന്ദ്രനെ ഒരു ചെറുത്തേരിയാണ്